ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെറുമീനേ വാങ്ങും. എൻ്റെ വീട്ടിലേക്ക് ചെറുമീനേ വാങ്ങും. ഞാൻ വലിയ കഷ്ണമീൻ വാങ്ങാറില്ല. എന്തുകൊണ്ട്? കഷ്ണമീൻ ഒരു പല കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ട് എന്നാൽ അതിലെന്തൊക്കെ കെമിക്കലാണ് ഉപയോഗിച്ച് നമുക്കറിയില്ല. അതങ്ങനെ കിട്ടിക്കിടക്കും. ഒന്ന് വില കുറവ്, രണ്ട് പടച്ചതമ്പുരാൻ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വൈറ്റമിൻസ് നിറച്ച സാധനമാണത്. വില കുറഞ്ഞ സാധനത്തിൽ ആരോഗ്യം ഉണ്ടാകുക, വില കൂടിയ സാധനത്തിൽ ആരോഗ്യം ഉണ്ടാവില്ല. പുലിമയും അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. തടി കുറയാൻ വേണ്ടി മരുന്ന് കുടിക്കരുത്, തടി കൂടാൻ വേണ്ടി മരുന്ന് കുടിക്കരുത്. ഈ മരുന്നാണ് കെമിക്കലാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എന്താണ്? കെമിക്കലാണ്. അപ്പം തടി കൂടാനും മരുന്ന് കഴിക്കരുത്, തടി കുറയാനും മരുന്ന് കഴിക്കരുത്. സാധാരണ നാച്ചുറലായ ഭക്ഷണം കഴിച്ചാൽ മതി. നിനക്ക് ആവശ്യമായതൊക്കെ ഉണ്ടാവും. അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഫ്ലാസ്കിലെ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. കാരണം പഴയ കാലത്തെ ഫ്ലാസ്കും പുതിയ ഫ്ലാസ്കും വ്യത്യാസമുണ്ട്. പഴയ ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഉണ്ടാവും. ഇപ്പോൾ എന്തില്ല? മനസ്സിലായില്ല? ഇപ്പോൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ 90% ഫ്ലാസ്കിൻ്റെ ഉള്ളിലും എന്തില്ല? ഗ്ലാസ് ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. എന്നാൽ തന്നെ ഇതിൽ ചില പ്രശ്നങ്ങൾ വേറെ. കളിമൺ പാത്രം, കാൽസ്യം ഉണ്ടാക്കുന്ന നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയാം. മത്തി വാങ്ങിയിട്ട് ശുദ്ധീകരിച്ചിട്ട് മത്തി എന്തിൽ വെക്കുക? omega-3 സമ്പുഷ്ടമാണ്. പക്ഷെ അത് എന്തിൽ വെക്കണം? ഈ കുക്കറിലിടരുത്. കുക്കറിലിട്ടാൽ ചത്തു. അതിൻ്റെ എല്ലാ വൈറ്റമിൻസും ചത്തു. നല്ല മൺപാത്രത്തിൽ മത്തി വാങ്ങി കറി വെച്ച് കഴിക്കുക. കറി വെക്കാൻ ഞാൻ പറയണമെന്നറിയോ? പിന്നെ പൊരിച്ചാൽ എന്താ വരുന്നറിയോ? അതിന് നമ്മൾ പുറത്തുനിന്ന് എണ്ണ കയറ്റും. മീനിനെ സംബന്ധിച്ചത് മീനിന് എണ്ണ കയറ്റേണ്ട ആവശ്യമില്ല. മീനിൽ ചൂടാകുമ്പോൾ മീനിൽ തന്നെ എന്തുണ്ട്? ഒരെണ്ണ ഉണ്ട്, അത് പുറത്തേക്ക് വരും. ആ മതി. നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചട്ടിപ്പാത്രത്തിൽ ഈ ചട്ടിയിൽ എന്ത് ചെയ്യുന്നറിയോ? ഈ ചട്ടിയിൽ വാഴൻ്റെ വെക്കും. അങ്ങനെ മനസ്സിലായില്ല? വാഴൻ്റെ വെച്ചിട്ട് ആ അങ്ങനെയൊക്കെ പിന്നെ ഭക്ഷണമാക്കുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇപ്പം ഈ ചട്ടിയിൽ ഇപ്പോൾ ഒരു നല്ല മത്തി. എന്താണ് അതിൻ്റെയൊക്കെ ഗുണം? ഇപ്പം ഇഷ്ടം പോലെ ഇപ്പോൾ വഞ്ചിക്കാര മത്തി കിട്ടും. ഇപ്പം കടപ്പുറത്ത് പോയ വഞ്ചിക്കാര മത്തി കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, ഈ കടൽഞണ്ട് കാൽസ്യത്തിന് സമൃദ്ധമാണ്. ഇപ്പോഴുള്ള ഗുണമുണ്ട്. ഇപ്പോൾ ഏതാ മാസം? ഇത് കർക്കിടകം ചിങ്ങം മാസത്തിലുള്ള പ്രത്യേകത എന്തെന്നാൽ കടലേരിയയിൽ പോയിട്ട് അവിടുത്തെ പിന്നെ ഈ എന്താ പറയുക കക്ക, അതേപോലെ തന്നെ ഇത് എന്താ പറയുക ഞണ്ട്, അതൊക്കെ മനുഷ്യന് കാൽസ്യം കൊടുക്കും. അത് അവിടെ തന്നെ പറ്റിപ്പിടിച്ചിട്ട് ഈ കടലിൻ്റെ അവസാന ഭാഗത്തുള്ള പാറയോടും കല്ലിനോടും ഒക്കെ കിടക്കും ഈ സാധനങ്ങൾ. കടൽഞണ്ട്. ഇപ്പോൾ കടൽഞണ്ടിന് നല്ല ഇറച്ചിയുള്ള സമയമാണ്. അതൊക്കെ പുറത്തെ വർത്താനാണ്. മനുഷ്യന് ഉപകാരമുള്ള ഒന്നത് കടൽഞണ്ടാണ്. അതിലെ ശവം പോലും തിന്നാന്ന് മുത്തുനബി പറഞ്ഞില്ലേ? കടൽ ഞണ്ടിന് ഒരു ഇഷ്ടം പോലെ ആരോഗ്യമുള്ള ഒരുപാട് സാധനം. കടൽ ഞണ്ട് ഞാൻ അതിനായിട്ട് പോകുന്നു. ഇപ്പം ഈ ആഴ്ച ഞാനും മൂസക്കുട്ടി പോയിട്ട് നമ്മുടെ ഒരു ആളുണ്ട്, അവനെ കൊണ്ട് അത് വെപ്പിച്ച് കഴിച്ചു. ഫ്രഷ് സാധനം. അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. കടൽഞണ്ട് വാങ്ങി കഴിക്കണവർ കഴിച്ചാൽ മതി. ഇനി മക്രൂഹ അല്ലേ മറ്റേ അല്ലെന്ന് ചോദിച്ചോളൂ. എന്നോട് 10 കഴിക്കാൻ വരരുത്. ഇത് കടലാണ്. കടലിൽ നിന്ന് എന്തും തിന്നാം. ഇത് കടലാണ്. മുത്തുനബി പറഞ്ഞ കടലാണ്. കടൽ എന്നാൽ ആരോഗ്യത്തിൻ്റെ കലവറയാണ് കടൽ. നിങ്ങൾ ഈ ലൊട്ടിലൊടുക്ക് വർത്താനങ്ങൾ പറഞ്ഞ് നടക്കരുത്. ചില കാലത്ത് ഞണ്ടിന് എന്തുണ്ടാവില്ല? ഞണ്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ മാംസം ഉണ്ടാവില്ല. ഇപ്പോൾ നിറഞ്ഞ മാംസമുള്ള സമയമാണ് ഞണ്ടിന്. കടൽക്കരയിൽ പോയിട്ട് വാങ്ങിയാൽ നല്ലതാണ്. ഒന്ന് വില ഒരു പകുതി പാകത്തിനുള്ള വില ഉണ്ടാവുള്ളൂ.
ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കടൽ ഞണ്ട് വാങ്ങിയിട്ട് എൻ്റെ ഒരു മോൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ അവളോട് തന്നെ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് കഴിക്ക്, കാരണം മുഖത്ത് ചെറിയ ഒരു വിളർച്ച. എന്താ ഇതിന് കാരണം? ഇന്നീ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയുക, വിറ്റാമിൻ ഡിയുടെ അഭാവം ഉണ്ടാവും. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിന് കാരണം എന്താ? അവർ വെയിലുള്ളൂല. അവർ ഹോസ്റ്റലിൽ നിൽക്കും, AC റൂമിലിരുന്ന് പഠിക്കും. മനസ്സിലായില്ല? സ്കൂളിൽ അവർ കോളേജിൽ പഠിക്കുന്നവരാണ്, അവർക്ക് ക്ലാസ് റൂം എന്താണ്? AC ആണ്. പിന്നെ അങ്ങനത്തെ സംവിധാനം ഇവിടെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ബസ് കയറിയിട്ട് സ്ഥാപനത്തിൽ കോളേജിൽ പോയി ഇറങ്ങും, കോളേജിൽ AC, പിന്നെ വണ്ടി കയറി, പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? റൂമിൽ കിടക്കും. അപ്പോൾ അവർക്ക് എന്തില്ല? വിറ്റാമിൻ ഡിയുടെ അഭാവം. അപ്പോൾ വിളർച്ച ഉണ്ടാവും. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്ത്? ഈ വിളർച്ച പരിഹരിക്കണം. അതിന് ഈ വിളർച്ച പരിഹരിക്കാൻ ഒരളവോളം എന്ത് മാത്രം ചെയ്താൽ മതി? മൺപാത്രങ്ങളിലുള്ള വേവിച്ച ഭക്ഷണം കഴിക്കുക. അതിലിഷ്ടം പോലെ മാഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. സ്വാഭാവികമായി ഇതിനാൽ ഈ ധാതുക്കളാൽ സമ്പുഷ്ടമാണ് എന്ത്? കളിമൺ പാത്രം. അതിൽ വേവിച്ചാൽ തന്നെ മതി, ആ സാധനങ്ങൾ ഇതിലേക്ക് കയറും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. ഇതൊക്കെ എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണം എത്രയാ? എനിക്ക് ഏത് വഴിക്ക് പോവാണ് ഈ കളിമണ്ണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെ കണ്ടാൽ, ഞാൻ മൂസക്കുട്ടി പോകുമ്പോൾ ഞാൻ പിന്നെ എന്ത് വാങ്ങിയെന്നറിയോ? എല്ലാം വീട്ടിലുണ്ട്, വീട്ടുകാരിതൊന്നും സമ്മതിക്കൂല. എന്നിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് ചട്ടി എങ്ങനെ വാങ്ങി, ഒരു അടപ്പ് ചട്ടി. എനിക്ക് പക്ഷേ ഇത് കാണുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ അവരെ കണ്ട എന്തെങ്കിലും ഒന്ന് വാങ്ങും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ട, എന്നാലൊരു പ്രോത്സാഹനം. അതും ഒരു പ്രോത്സാഹനം. അവർക്ക് എത്രയും വില? 100 രൂപ. അപ്പോൾ അത് കൊടുത്തത് വാങ്ങി. എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്ക് സ്വാഭാവികമായും നീ 2 പാത്രം വാങ്ങി, 2 പാത്രം വാങ്ങിക്കോ, 4 പാത്രം വാങ്ങി പരിസരത്ത് വീടുകൾ കൊടുത്തോ. അവരെങ്കിലും ഭക്ഷണം ആരോഗ്യം നന്നാവട്ടെ. എത്ര നിനക്ക് വേണ്ടിയുള്ള 500 രൂപ കൊണ്ട് 4 പാത്രം 5 പാത്രം വാങ്ങാം. ഒരു ജനത ഇവിടെ ഉണ്ട്, ഇത് ഉണ്ടാക്കണവർ, പണി നിർത്തിപ്പോയ ആളുകളാണ് അവരെ നമ്മൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവരാണ് ആര്? കളിമൺ പാത്രം ഉണ്ടാക്കണവർ. അവരങ്ങനെ കുറ്ററ്റ് പോകാൻ പാടില്ല. അവർ കുറ്ററ്റ് പോയാൽ ഈ പാത്രം നമുക്ക് കിട്ടൂല. ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തിന്നേണ്ടി വരും. ഈ പാത്രം ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കില്ല. നിങ്ങൾ മത്തി, അതേപോലെ തന്നെ ചെറിയ ബത്തൽ പോലത്തെ മീനുണ്ടല്ലോ, അതൊക്കെ ഇതിലൊന്ന് വെച്ച് കഴിച്ചു നോക്കി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെറുമീനേ വാങ്ങും. ഞാൻ വലിയ കഷ്ണം മീൻ വാങ്ങാറില്ല. എന്തുകൊണ്ട്? കഷ്ണം മീനൊരു പല കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ട് എന്നാൽ അതിലെന്തൊക്കെ കെമിക്കലോ ഉപയോഗിച്ച് നമുക്കറിയില്ല. അതങ്ങനെ കെട്ടിക്കിടക്കും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂടുതലും വാങ്ങുന്ന മീൻ ചെറുമീനാണ്. ഒന്ന് വില കുറവ്, 2 പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വൈറ്റമിൻസ് നിറച്ച സാധനമാണിത്. വില കുറഞ്ഞ സാധനത്തിൽ ആരോഗ്യം ഉണ്ടാകുക, വില കൂടിയ സാധനത്തിൽ ആരോഗ്യം ഉണ്ടാവില്ല. പുലിമയും അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ മത്സ്യമുള്ള ഒരു കടയിലേക്ക് കയറി ചെന്നിട്ട് ഒരു 1/2 കിലോ മത്തി എടുക്കുമെന്ന് പറഞ്ഞാൽ അന്നെ എല്ലാവരും ഒന്ന് കണ്ണുറിച്ച് നോക്കും, എവിടുത്തെ തന്നെ പോകും എന്ന്. അതേ സമയത്ത് 4 കിലോ ഐക്കുറോ വാങ്ങുകയാണെങ്കിലോ അത് വലിയ മുതലാളിയാണ്, അത് നിനക്ക് അഭിമാനമാണ്. അപ്പം ഇത്തരം പാത്രങ്ങൾ ഇന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് വരെ ഇന്നിപ്പോൾ മനുഷ്യന്മാർക്ക് ഒരു ഇഷ്ടമില്ലാത്തതാണ്. ഒരു കളിമൺ ചട്ടി വാങ്ങിക്കൊണ്ടുപോകുന്നതിന് 2 പറ. അതേ സമയത്ത് ഇതിൽ കാൽസ്യമുണ്ട്. ഇതിൽ മനസ്സിലായില്ലേ? ഇതിൽ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, പിന്നെ മാഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ ധാതുക്കളെല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കുത്തൽ കടച്ചിലൊക്കെ ഉള്ള വാപ്പമാരെ, ഏറ്റവും നല്ല വീടാണെങ്കിൽ ആ വീട്ടിൽ വാപ്പാക്ക് വൈകുന്നേരം ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന എന്താ പിന്നെ പറയുക, ആക്സസ് ഓയിൽ, മനസ്സിലായില്ല? സൺഫ്ലവർ അല്ല, വയസ്സന്മാരെ കാലും ഇഞ്ഞു കൊടുക്കുന്ന ഓയിലില്ലേ, മറ്റേ ഇങ്ങനത്തെ മീശക്കാരൻ തൈലം, മീശക്കാരൻ തൈലം, കോടാലി തൈലം,
ബാപ്പാക്ക് കോടാലിത്തരം ഒഴിഞ്ഞു കൊടുക്കല്ല വേണ്ടത്. ബാപ്പാക്ക് നല്ല കളിമണ്ണിൽ കുറച്ച് ദിവസം എന്ത് ചെയ്യും, നല്ല മത്തി മീനും ഒറിജിനൽ നല്ല തവിടുള്ള ഒറിജിനൽ പാടത്തു നിന്ന് കൃഷിക്കാരെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങിയിട്ട് അതിൻ്റെ ഉമി മാത്രം കളഞ്ഞ് നല്ല ശുദ്ധമായ തവിടുള്ള അരി, തവിടുള്ള ഭക്ഷണം ഞാൻ അതേ കഴിക്കാറുള്ളൂ എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ. അത് നല്ല മത്തി മീനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ മീനും വാങ്ങി കളിമൺ പാത്രത്തിൽ ഈ 2 സാധനം വെച്ച് കൊടുത്തേക്ക് ബാപ്പാക്ക് ഒരു എന്താ പറയുക, ഒരു മീശക്കാത്ത തൈലത്തിൻ്റെ ആവശ്യം, ഒരു കോടാലിത്തരത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ബാപ്പ സ്വയമായി എണീറ്റെടുക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇന്ന് വിറ്റാമിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് വൈറ്റമിൻ ഗുളിക വാങ്ങി കഴിക്കുകയും ചെയ്യുക. ഈ വൈറ്റമിൻ ഗുളികയെ ഒരിക്കലും പൂർണ്ണമായി സ്വീകരിക്കാൻ ബോഡിക്ക് കഴിയില്ല. പിന്നെ എന്താ ഉണ്ടാകുക, അതിലൂടെ ഒരുപാട് കെമിക്കൽ കൂടി കയറും. വിറ്റാമിൻ ഗുളികകൾ കഴിക്കരുത്. ഇത്തരം പ്രകൃതിദത്തമായ സാധനങ്ങൾ കഴിച്ചാൽ, മനസ്സിലാവുണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് വൈറ്റമിൻസ് ഇതിൽ സ്വാഭാവികമായും ഇതിലെ ഭക്ഷണത്തിലെ വൈറ്റമിൻ അങ്ങനെ തന്നെ നിലനിർത്തും. പിന്നെ ധാരാളം ധാതുക്കൾ ഇതിലേക്ക് ചേരുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും നിൻ്റെ ബോഡിക്ക് ആവശ്യമായ ഇത് നാച്ചുറലായി സ്വീകരിക്കാൻ നിൻ്റെ ബോഡിക്ക് കഴിയും. വൈറ്റമിൻ ഗുളികകൾ കഴിച്ചാൽ ആ വൈറ്റമിൻ ഗുളികയെ പൂർണ്ണമായി ആഗിരണം ചെയ്യാൻ ബോഡിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അതിലൂടെ കയറുക ഒരുപാട് കെമിക്കൽസാണ്. ബോഡിക്ക് ആവശ്യമായത് കയറൂല. ആ വൈറ്റമിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ബോഡി കൊണ്ട് കഴിയൂല. അതുകൊണ്ട് അത് പിന്നീട് നിനക്ക് ദോഷമായി മാറും. വൈറ്റമിൻ ഗുളികകൾ കഴിക്കല്ല വേണ്ടത്. പകരം ധാരാളം വൈറ്റമിനുള്ള ഭക്ഷണങ്ങളെ എന്ത് ചെയ്യാം, കളിമൺ പാത്രത്തിൽ വേവിച്ച് വൃത്തിയായി കഴിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. മൺചട്ടിയിൽ വേവിക്കുമ്പോൾ കണിമണ്ണിൽ നിന്ന് പുറപ്പെടുന്ന മിനറൽ അയേണുകൾ ഭക്ഷണത്തിലെ ജലാംശവുമായി സ്വാഭാവികമായി കലരും. ഈ പ്രക്രിയ ഭക്ഷണത്തിൻ്റെ ജൈവലഭ്യത, ബയോ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കും. അതായത് ഈ ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ആഗിരണം ചെയ്യാൻ സാധിക്കും. അതായത് വൈറ്റമിൻ ഗുളികയിലെ വൈറ്റമിൻസിനെ പൂർണ്ണമായി ആഗിരണം ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് കഴിയാതിരിക്കുമ്പോൾ വൈറ്റമിൻസ് ഉള്ള ഭക്ഷണം കളിമൺ പാത്രത്തിൽ നാച്ചുറലായി വേവിച്ച് കഴിക്കുമ്പോൾ ആ വൈറ്റമിൻസിനെ മുഴുവനും പൂർണ്ണമായും സ്വീകരിക്കാൻ എന്തിന് കഴിയും, നമ്മുടെ ബോഡിക്ക് കഴിയും. ശ്രദ്ധിക്കും. ലോഹപാത്രത്തിൽ ഉയർന്ന ചൂടിൽ നടക്കുന്ന രാസപ്രവർത്തനം മൺപാത്രങ്ങളിൽ നടക്കുന്നില്ല. ലോഹപാത്രങ്ങൾ ഉയർന്ന അളവിൽ രാസപ്രവർത്തനം നടക്കും. ഈ പാത്രവും ആ ഭക്ഷണവും ഈ ചൂടും തമ്മിൽ രാസപ്രവർത്തനം നടത്തും. ഇത് രാസപ്രവർത്തനമേ ഇല്ല, ഇത് ഗുണം മാത്രമേ ഉള്ളൂ. മൺചട്ടിയിലെ കുറഞ്ഞ താപനിലയിലുള്ള പാചകത്തിൽ സ്ലോ കുക്കിംഗ് ദോഷകരമല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായ അളവിൽ മാത്രമേ ധാതുക്കൾ ഭക്ഷണത്തിലേക്ക് പകരുകയുള്ളൂ. ഇത് ഭക്ഷണത്തിൻ്റെ പോഷക ഗുണം 95% മുതൽ 97% വരെ നിലനിർത്താൻ സഹായിക്കും. ഇത് 100% ചത്തുപോകും. 100% ഇതിൻ്റെ പോഷക ഗുണം ഇതിൽ ചൂടാക്കുമ്പോൾ ചത്തുപോകും. അതേസമയത്ത് ഇതിലോ 95% മുതൽ 97% വരെ വൈറ്റമിൻസിന്, പോഷകങ്ങൾക്ക് അതിൻ്റെ കൃത്യത നിലനിർത്താൻ മൺപാത്രങ്ങൾക്ക് കഴിയും. അതന്നെ ഒന്ന് മാത്രമല്ല, പ്രകൃതിദത്ത ധാതുക്കളുടെ ലയനം കാരണം ഭക്ഷണം ശരീരത്തിന് ദഹിപ്പിക്കാൻ എളുപ്പമായിരിക്കും. ലോഹം കൂടുമ്പോൾ ദഹിപ്പിക്കാൻ എളുപ്പമാവില്ല. ഇതിലുണ്ടാക്കിയ ഭക്ഷണം ദഹിപ്പിക്കാൻ മനസ്സിലായി ഇതിൽ നിന്ന് ആവശ്യമായ ലോഹത്തിൻ്റെ കൂട്ടുകൾ വരെ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ദഹിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഇതങ്ങനെ നാച്ചുറലായി ഒന്നുമില്ല. അപ്പോൾ ഇതിൽ വരുന്ന നാച്ചുറലായി വേവിച്ച ഭക്ഷണം നാച്ചുറലായി തന്നെ അതിനെ ദഹിപ്പിക്കാൻ ആർക്ക് കഴിയും? വയറ്റിന് കഴിയും, ആമാശയത്തിന് കഴിയും. ദീർഘകാലാടിസ്ഥാനത്തിൽ മൺപാത്രങ്ങളിൽ ഭക്ഷണശീലം ശരീരത്തിൻ്റെ സ്വാഭാവിക ഇമ്മ്യൂണിറ്റി പവർ, അതായത് കളിമൺ പാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അതിന് പ്രതിരോധ ശക്തിൻ്റെ ഗുളിക വാങ്ങിക്കഴിക്കേണ്ട ആവശ്യമില്ല. ആ ഗുളിക വാങ്ങിച്ചാൽ നിൻ്റെ ക്യാൻസർ വരും. അതിൻ്റെ ഗുണം നിനക്കൊരു ഗുണം ഉണ്ടാവില്ല, ഒന്നും വേണ്ട. ഇന്നിപ്പോൾ നമ്മൾ ആളുകൾ വൈറ്റമിൻ കൂടാൻ വൈറ്റമിൻ ഗുളിക കഴിക്കുക, തടി കൂടാൻ വേണ്ടി ഗുളിക കഴിക്കുക, തടി കുറയാൻ വേണ്ടി ഗുളിക കഴിക്കുക. ഇതൊക്കെ നിൻ്റെ അവസാനമാണോ. തടി കൂടാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന വിഡ്ഢികളുണ്ട്, തടി കുറയാൻ വേണ്ടി ഗുളിക കഴിക്കുന്നവരുണ്ടൊക്കെ. അതൊക്കെ ഭക്ഷണം സിസ്റ്റമാറ്റിക്കലായി ആവശ്യമായ വ്യായാമമൊക്കെ ഉള്ള ഒരു മനുഷ്യന് ആവശ്യമായ
ഇതൊക്കെ തടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് മതി, അത് കരുത്തുണ്ടാവും. തടി കുറയാൻ വേണ്ടി മരുന്ന് കുടിക്കരുത്, തടി കൂടാൻ വേണ്ടി മരുന്ന് കുടിക്കരുത്. ഈ മരുന്ന് കെമിക്കലാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എന്താണ്? കെമിക്കലാണ്. അപ്പം തടി കൂടാനും മരുന്ന് കഴിക്കരുത്, തടി കുറയാനും മരുന്ന് കഴിക്കരുത്. സാധാരണ നാച്ചുറലായ ഭക്ഷണം കഴിച്ചാൽ മതി. നിനക്ക് ആവശ്യമായതൊക്കെ അതിലുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കുക. മൺപാത്രങ്ങളിലെ ഭക്ഷണശീലം ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അനവധി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കുറക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും മികച്ചൊരു മാർഗമാണ്. അതായത് കൊഴുപ്പ് കൂടൂല. ലോഹപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് കൊഴുപ്പ് കൂടും. ഒന്ന്, എന്തുകൊണ്ട് ഇതിൽ ആവശ്യത്തിലധികം എണ്ണ ഉപയോഗിക്കേണ്ടി വരും. ഇത് കുറഞ്ഞ എണ്ണ ഉപയോഗിച്ചാൽ മൺപാത്രത്തിൽ കാര്യങ്ങൾ, കാരണം ഇതിൽ സ്വാഭാവികമായൊരു വെള്ളവും ഇതിലുണ്ടാവും, ഇതിലൊന്നുമില്ല. അപ്പം ഇതിൽ എണ്ണ എത്ര കൂട്ടിയാലും എണ്ണ കൂട്ടാൻ തോന്നും, ഇത് എണ്ണ കൂട്ടാൻ തോന്നില്ല. ഇത് കുറഞ്ഞ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ അടി പിടിക്കാത്ത കാര്യങ്ങളൊക്കെ നടത്താൻ ഇതിനുണ്ട് കഴിയും. അപ്പോൾ കൊഴുപ്പ് വർദ്ധിക്കൂല. ഈർപ്പം നിലനിർത്താൻ മൺപാത്രങ്ങളുടെ സൂക്ഷ്മ സുഷിരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം പാചകം ചെയ്യുമ്പോൾ നീരാവിയായി മാറും. ഈ നീരാവി പാത്രത്തിനൊരു പ്രകൃതിദത്ത സംരക്ഷണ വലയം തീർക്കുന്നതിനാൽ ഭക്ഷണം പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. തൽഫലമായി അത് ഉറപ്പല്ലേ? അതായത് ലോഹപാത്രങ്ങൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, ഇതിലങ്ങനെ ഒട്ടിപ്പിടിക്കൂല. സാധാരണ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി പോലും എണ്ണയോ നെയ്യോ മൺപാത്രത്തിലെ പാചകത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് കൊഴുപ്പ് വർദ്ധിക്കൂല. സ്ലോ കുക്കിംഗ്, മൺചട്ടിയിലെ മിതമായ ചൂടിൽ മാംസമോ മറ്റു വിഭവങ്ങളോ വേവുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സ്വാഭാവിക കൊഴുപ്പും എണ്ണമയവും പതുക്കെ പുറത്തേക്ക് വരും. ഈ സ്വാഭാവിക കൊഴുപ്പ് ഉപയോഗിച്ച് തന്നെ ഭക്ഷണം പൂർണ്ണമായി വെന്ത് വരും. ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇപ്പം മീനിലാണെങ്കിൽ ഇറച്ചിയിലാണ് സ്വയം ഒരു എണ്ണ ഉണ്ട്. ആ എണ്ണ മൺപാത്രത്തിലാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു കുറഞ്ഞ എണ്ണ മതിയാകും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. മറ്റേ ലോഹപാത്രമാകുമ്പോൾ ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. അത് കൊഴുപ്പ് വർദ്ധിപ്പിക്കും. പുറമേ നിന്ന് മൺപാത്രത്തിലാകുമ്പോൾ പുറമേ നിന്ന് അധിക എണ്ണ ചേർക്കേണ്ടി വരില്ല എന്നതിനാൽ ഭക്ഷണത്തിൻ്റെ ഈ ഭക്ഷണം കൊണ്ട് മനുഷ്യന് ഫാറ്റ് അധികരിക്കൂല, പല ഗുണങ്ങളും ഉണ്ടായിരിക്കും. ഉയർന്ന ചൂട് ഇരുമ്പ് അലുമിനിയം പാത്രങ്ങൾ ഉയർന്ന ചൂടിൽ എണ്ണ തിളപ്പിക്കുമ്പോൾ എണ്ണയുടെ രാസഘടന മാറുകയും അത് ശരീരത്തിന് ദോഷകരമായ ട്രാൻസ്ഫാറ്റ് ആയി മാറുകയും ചെയ്യും. അതായത് ലോഹപാത്രത്തിൽ, ഇരുമ്പ് അലുമിനിയം പോലുള്ള ലോഹപാത്രത്തിൽ എണ്ണ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ എണ്ണയുടെ രാസഘടന തന്നെ മാറും. അത് ഭക്ഷണത്തിലേക്ക് ചേരുമ്പോൾ ആ ഭക്ഷണം ദോഷകരമായി മാറും. ഈ പ്രശ്നമൊന്നും എവിടെ ഇല്ല? മൺപാത്രത്തിലില്ല. മൺപാത്രങ്ങൾക്ക് താപചാലകത, തെർമൽ കണ്ടക്ടിവിറ്റി കുറവായതിനാൽ എണ്ണ അമിതമായി ചൂടാകുന്നില്ല. ഇത് എണ്ണയുടെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിക്കുകയും ചീത്ത കൊളസ്ട്രോൾ LDL വർദ്ധിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. മൺപാത്രങ്ങളിലെ പാചക രീതി രക്തത്തിലെ ട്രൈഗ്ലിസറൈഡുകളെയും ചീത്ത കൊളസ്ട്രോളിൻ്റെയും അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് ധമനികൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും അമിതവണ്ണം അത് കാരണം അമിതവണ്ണം ഉണ്ടാകുക, ഹൈ പ്രഷർ ഉണ്ടാവുക, ഇതൊക്കെ തടയും മൺപാത്രത്തിൽ. അപ്പോൾ ഹൈ പ്രഷർ ഉണ്ടാവുക, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവുക, ഇതിനെല്ലാം ഒരു പരിഹാരമാണ് സത്യത്തിൽ മൺപാത്രങ്ങളിലുള്ള ഉപയോഗം. ഇത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും, ധാരാളം നേട്ടങ്ങളുണ്ടാകും. ഇത് നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ പ്രഭാഷണത്തിൽ ഈ പ്രഭാഷണത്തിൽ തവികളെക്കുറിച്ച് കൂടി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദമായി നിങ്ങളോട് പറയും. ഉദാഹരണം ചിരട്ടത്തവി. പഴയ കാലത്തെ തവിയും ഇന്നത്തെ തവിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് എത്ര ചൂടിൽ ഉപയോഗിച്ചാലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മരം. ഇതിൽ നിന്ന് ഭക്ഷണത്തിലേക്ക്, ഇനിയിപ്പോൾ ഭക്ഷണത്തിലേക്ക് ഒരാൾ ഒരു തവിയിട്ട് പോയാലും ഈ തവിന്നൊന്നും ഭക്ഷണത്തിലേക്ക് കൂടിക്കലരാനില്ല, ഗുണമല്ലാതെ. ഏറി വന്നാൽ കൂടിക്കലരുകയാണെങ്കിൽ എന്താണത്? മരാംശം. അതിപ്പോൾ നീ കഴിക്കുന്ന ഇതും മരാംശം തന്നെയാണല്ലോ. നീ വെണ്ടക്ക ഉണ്ടാക്കണമെങ്കിൽ വെണ്ടക്കൊരു മരാംശമല്ലേ?
മനസ്സിലാവുള്ള പറഞ്ഞത്. അതേ സമയത്തിൽ ഒരു സ്റ്റീലോ അലുമിനിയത്തിൻ്റെ ഒരു കയ്യിൽ ഒരു തവി ഒരു ഭക്ഷണത്തിലിട്ട് പോയാൽ അതിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്ന ചൂടിൽ രാസപ്രവർത്തനം നടക്കും. ഇതൊന്നും ഇതിലില്ല. ഇത് ഗുണമാണ്. ഇതിൻ്റെ ഒരു വിശദീകരണം കൂടി അടുത്ത ക്ലാസ്സിൽ പറയും. അതേപോലെ തന്നെ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ കേടുകളും അടുത്ത ക്ലാസ്സിൽ പറയും. ഈ ക്ലാസ് ഞാൻ ഇതിനെ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരം പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. ലോഹപാത്രങ്ങൾ മാറ്റി വെക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ വെള്ളം ഉപയോഗിക്കുക. പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക, ഈ ഉറവയിലെ വെള്ളത്തിൻ്റെ ഒരു സുഖം ഉണ്ടാവും. ഇതിൽ വെള്ളം ആക്കിയിട്ട് അടച്ചു വെക്കുക, ഇതാ വെള്ളം കുടിക്കുക, ഒറിജിനൽ. ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ഗുണം, ആ വെള്ളത്തിൽ ഏറി വന്നാൽ കയറുകയാണെങ്കിൽ എന്താ കയറുക? മണ്ണിൻ്റെ ധാതുക്കളാണ് കയറുക. അത് നിനക്ക് ഗുണമാണ്. വളരെ ഇതൊക്കെ ചിന്തിക്കണം. തീരെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ പുതിയ സ്ഥിരമായി ഇപ്പോൾ നടക്കുന്നൊരു കാര്യം എന്താ പറയുക, ഓഫീസിലേക്ക് പോകുമ്പോൾ ചൂടുവെള്ളം എന്ത് ചെയ്യുന്നറിയോ? ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കിയിട്ട് കൊണ്ടുപോകും. ഇത് കച്ചവടക്കാർ, ഇപ്പം നിങ്ങളെപ്പോലത്തെ കച്ചവടക്കാർ, ഓഫീസേഴ്സിനൊക്കെ സർവ്വസാധാരണ. ഇതുകൊണ്ട് എന്തുണ്ടാവുക? ഈ ലോഹാംശം ഈ ഹൈ പ്രഷറിൽ അടിച്ചത് ഈ ലോഹാംശം എന്തിലേക്ക് വരും? ഈ വെള്ളത്തിലേക്ക് കയറും. ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ വരെ വരും. ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ സ്ഥിരമായിട്ട് ഈ ചൂടോടുകൂടി അടക്കം ചെയ്ത ഫ്ലാസ്കിലെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ, വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം ഫ്ലാസ്കിൽ കയറ്റാം, പക്ഷേ എന്ത് വേണം? അത് തണുക്കണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഫ്ലാസ്കിലെ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. കാരണം പഴയ കാലത്തെ ഫ്ലാസ്കും പുതിയ ഫ്ലാസ്കും വ്യത്യാസമുണ്ട്. പഴയ ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഉണ്ടാവും. ഇപ്പോൾ എന്തില്ല? മനസ്സിലായില്ല. ഇപ്പോൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ 90% ഫ്ലാസ്കിൻ്റെ ഉള്ളിലും എന്തില്ല? ഗ്ലാസ് ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. എന്നാൽ തന്നെ ഇതിൽ ചില പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. കാരണം ഇത് അടക്കുന്ന ഭാഗത്ത് ലോഹവുമാണ്, അതിൻ്റെ കൂടെ റബ്ബറും ഉണ്ടാവും. ഈ റബ്ബറിൻ്റെ അംശമൊക്കെ ചൂടിൽ എന്തിലേക്ക് വരും? ഈ വെള്ളത്തിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ പോലും, അതായത് ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആണെങ്കിൽ പോലും ലോഹത്തിൻ്റെയും റബ്ബറിൻ്റെയും അംശം എന്തിലേക്ക് വരും? ഈ ചൂടിൽ വെള്ളത്തിലേക്ക് വരും. അപ്പം ഒരു ഘട്ടത്തിൽ അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി പോകും. അത് നല്ലതല്ല. ഫ്ലാസ്കിൽ വെള്ളം ഉപയോഗിക്കാം, പക്ഷെ ഫ്ലാസ്ക് 100% ആ വെള്ളം തണുത്തിരിക്കണം. ഇനി അതിൽ പ്രശ്നമൊന്നും വരാനില്ല വല്ലാതെ. ചൂടായ വെള്ളം ഹൈ പ്രഷറിൽ ഫ്ലാസ്കിൽ ഇട്ടടക്കുമ്പോൾ രാസപ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ആവശ്യത്തിലധികമുള്ള ചില സാധനങ്ങൾ കയറും. അത് വലിയ ദോഷം ഉണ്ടാക്കും. ഏറ്റവും നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പച്ചവെള്ളമാണ്. പിന്നെ നീ പോകുന്നൊരു ഓഫീസിലാണെങ്കിലൊക്കെ എന്ത് ചെയ്യാന്നറിയോ? തൂക്ക്, ആ തൂക്കിൽ വെള്ളം വെക്കുക. കൂജകൾ, ഇത് ഒരു പഴയ കാലത്തൊക്കെ ഉണ്ടായില്ല, ചെറിയൊരു ഇതുകൊണ്ട് അടക്കും. മനസ്സിലായില്ല? കൂജകൾക്ക് വലിയ വെള്ളം വെച്ചിട്ട് ചെറിയ കൂജക്ക് ഒരു അടപ്പ് പാത്രം ഉണ്ടാവും, ചെറിയൊരു അടപ്പ് പാത്രം. ഓർമ്മയില്ല? അതൊക്കെ അങ്ങനെ നിലനിൽക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകും. ഒരുപാട് പ്രശ്നങ്ങളാണ് ആധുനികതക്കുള്ളത്. അത് കുറച്ചൊന്നുമല്ല. നമ്മൾ ഇംഗ്ലീഷ് ഗുളിക കുടിക്കാതിരുന്നാൽ മാത്രം പോരാ. നമ്മളിപ്പോൾ വലിയ കടയിൽ പറയുകയാണെന്ത്, ഞങ്ങൾ ഇംഗ്ലീഷ് ഗുളിക കുടിക്കരുതില്ല. ഇല്ല എടോ, ഇംഗ്ലീഷ് ഗുളിക കുടിക്കാതിരിക്കുക എന്നത് ശരി, പക്ഷെ അതിൻ്റെ അപ്പുറത്തും അതുപോലെ തന്നെയല്ല ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് എന്തൊക്കെ കെമിക്കലാണ് തിന്നേണ്ടി വരുന്നത്? ഇതിനെന്തൊക്കെ ഇതേ പാത്രമാണ്. ഈ പാത്രം തന്നെയാണ് ഈ പാത്രം. ഇത് ഉപയോഗിച്ച് തുടങ്ങണേ ഉള്ളൂ. ഇത് 4 കൊല്ലം ഉപയോഗിച്ചു. അപ്പം ഇതിൽ കിടന്ന എത്രയോ സാധനം ഈ നിൻ്റെ ശരീരത്തിന് ദോഷകരമായ വിഷാംശങ്ങളെ
നീ വയറ്റിലാക്കിയതല്ലേ. ഇത് ഒരു പാത്രം, അങ്ങനെ എത്ര പാത്രത്തിൻ്റെ വൃത്തികെട്ട വിഷാംശങ്ങളെയാണ് ഒരു ദിവസം നീ വയറ്റിലാക്കുന്നത്. ഈ സാധനം ഇതെവിടെ നടുവിലാണിത്. ഇതിൻ്റെ നടുഭാഗത്തൊക്കെ പോയി, ലാസ്റ്റ് ഭാഗത്ത് നിന്നു, ഇത് ഫുള്ളും പോയി. ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റുള്ളൂ. ഇതെന്താ ഉണ്ടാക്കണത്? പക്ക ക്യാൻസർ. അപ്പം ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഗുളിക കുടിക്കൂല, നമ്മൾ അങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനേക്കാൾ അപകടകരമായ കാര്യം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുക. ഈ കുക്കറാണിന്ന് നമ്മളെ വീടുകളിലൊക്കെ. ചത്ത ഭക്ഷണം, പച്ചക്കറി ചത്തു, മീൻ ചത്തു, ഇറച്ചി ചത്തു, ഒക്കെ ചത്തു. എന്താ ചത്തത്? എന്താണ് ചത്ത്? അതിലുള്ള എല്ലാ വൈറ്റമിനും ചത്തു. നേരെ മറിച്ച് ഇതിൽ ഒന്നും ചാവൂല. ഇതിൽ അമിതമായ ചൂടുണ്ടാവില്ല. ഇതിനൊരു പരിധിയുണ്ട്. ആവശ്യത്തിനപ്പുറം ഇതിൽ ദശലക്ഷക്കണക്കിന് സുഷിരങ്ങളാണ് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിലുള്ള ഭക്ഷണം അതിൻ്റെ ആരോഗ്യത്തിൽ, അതായത് ഇതിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ വിറ്റാമിൻ നശിക്കാൻ 100% സാധ്യതയാണ്. ഇതിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ വിറ്റാമിൻ നിലനിൽക്കാൻ 97% സാധ്യതയാണ്. മനസ്സിലായില്ല? ഇതിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ വൈറ്റമിൻസ് ഉണ്ടാകാൻ, ഇതിൽ വൈറ്റമിൻസ് ബാക്കിയാകാൻ, വൈറ്റമിൻ നശിച്ചു പോകാൻ 100. ഇതിൽ ഭക്ഷണം പാകം ചെയ്താൽ അതിൻ്റെ വൈറ്റമിൻ നശിച്ചു പോകാൻ 100% സാധ്യത. വൈറ്റമിൻ നശിച്ചു പോകാൻ. ഇതിൽ ഭക്ഷണം പാകം ചെയ്താൽ ഭക്ഷണത്തിലെ വൈറ്റമിൻ നിലനിൽക്കാൻ 97% സാധ്യതയാണ് ആധുനിക ശാസ്ത്രം. ഓക്സ്ഫോർഡിനെ പോലെയുള്ള വലിയ വലിയ ഉന്നത യൂണിവേഴ്സിറ്റികൾ പുറത്തുവിട്ട വിജ്ഞാനപ്പോ ഈ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നന്മ ഉണ്ടായിട്ട് എവിടെയൊക്കെ നിന്റെ പോക്ക്? അപ്പം ഇതൊക്കെ ഗൗരവമായി നമ്മൾ പഠിക്കണം, ചിന്തിക്കണം. നമ്മൾ ഇംഗ്ലീഷ് ഗുളിക കുടിക്കൂലെന്നും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂലെന്ന് മാറുന്ന കാര്യമില്ല. നമുക്കിതിനെ കഴിക്കാതിരിക്കണം. എന്തിനാ? നമ്മളെ അടുക്കള, നമ്മൾ പഴയ കാലത്ത് ഒരു 50 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മളെ വല്യമ്മാൻ്റെ അടുക്കള, ഞങ്ങളെ വല്യപ്പാൻ്റെ അടുക്കള, ആ രൂപത്തിലേക്ക് അടുക്കള ക്രമീകരിക്കാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എനിക്ക് വേണ്ടി മരിച്ചുപോയ പാവപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, എൻ്റെ അമ്മായിമ്മമാർക്ക് വേണ്ടി, വല്യമ്മമാർക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.